City Gold, Gold and Diamonds. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തി ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ നായകന്മാരുമായ ജാഥയാണ് നടത്തി. അഭൂതപൂർവമായ മുന്നേറ്റമാണ് ആ ജാഥയിലുണ്ടായത്. വലിയ അളവിൽ ദിവസവും വീട് കയറുന്ന ഘട്ടത്തിൽ MLAക്ക് വ്യക്തിപരമായും സർക്കാരിന് അനുകൂലമായുള്ള പ്രതികരണങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതുവരെ വോട്ട് ചെയ്യാത്ത ആളുകളിലും ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ളതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ മേന്മകളെ, നേട്ടങ്ങളെ തുറന്നെതിർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മോശമാക്കി ചിത്രീകരിക്കാനോ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധിയിലായ UDF വലിയ അപവാദ പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ മേഖലയും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജനത്തെ ഭരണത്തിനെതിരായി ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ ഇടയില്ലാത്ത വിധം UDF പ്രതിസന്ധിയിലായി. ലോകമാകെ ഉള്ള രാജ്യങ്ങൾ എഴുതിയ പരീക്ഷയിൽ 1ാം സ്ഥാനത്താണ് കേരളം. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും എഴുതുന്ന പരീക്ഷയിൽ 1ാം റാങ്കോടെ കേരളം നിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെയുള്ള ലോക റാങ്കിങ്ങിൽ, ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉള്ള രാഷ്ട്രീയ റാങ്കിങ്ങിൽ, നീതി ആയോഗിന്റെ കണക്കിലൊക്കെ പല നിലയിലും 1ാം സ്ഥാനത്തും 1ാം റാങ്കുമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഏത് വിധത്തിലും കേരളത്തിലെ ഗവൺമെന്റിനെതിരായ ഒരു നീക്കം നടത്താൻ അവർക്കാവുന്നില്ല. അപ്പോഴാണ് മനുഷ്യന്റെ മനസ്സിന്റെ ലോലവികാരങ്ങളെ തൊട്ടുണർത്തുന്ന മതം, വിശ്വാസം, വർഗീയത തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങളെ ഈ ഗവൺമെന്റിനെതിരായി തിരിക്കുക എന്ന കാര്യത്തിൽ ചില ശ്രമങ്ങൾ അവർ നടത്തിയത്. പ്രചരണങ്ങൾ ഒരുപക്ഷെ 5-10% ആളുകളിൽ പ്രതിഫലിച്ച് കാണും നേരത്തെ. എന്നാൽ ഇന്ന് വീടുകൾ കയറുമ്പോൾ, അത് സംസാരിക്കുമ്പോൾ ആ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന SIRന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ, അവരുടെ കുടുംബങ്ങൾ പറയുന്നത് അത് ചോറ് നിന്ന ഏതൊരു മനുഷ്യനും നരേന്ദ്രമോദിയും RSSുമാണ് രാജ്യത്തെമ്പാടും SIR നടപ്പിലാക്കിയതെന്ന് ബോധ്യം ഇന്ന് ഞങ്ങൾക്കുണ്ട് എന്നുള്ള പ്രഖ്യാപനമായി മുന്നോട്ട് വരികയാണ്. ഇതൊക്കെയാണ് ഇപ്പൊ ജയിലിൽ നിന്നും കേരളത്തിൽ പകൽ വെളിച്ചം പോലെ കേരളത്തിൽ ജനങ്ങൾക്ക് ബോധ്യമുള്ള സംഗതികളാണ്. അങ്ങനെ മതം, വിശ്വാസം, വർഗീയത ഇവയെ മാത്രം ലാളിച്ചും മോമനിച്ചും പൊക്കിപ്പിടിച്ചും ഉണ്ടാക്കിയ നുണക്കോട്ടകൾ തകർന്നടിയുന്ന കാഴ്ചകൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ കാണുകയാണ്. നേതാക്കൾ വിശദീകരിച്ച് ഇവിടെ പറയുമെന്നുള്ളത് പ്രസ് റിലീസായി കൊടുത്ത് ഒരു പത്രസമ്മേളനം നടത്തിയെന്ന് മാത്രമേ അതിൽ പുതുതായി ഒന്നുമില്ല. എന്നാലും ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവരെല്ലാം ചേർന്നല്ലേ കൺഫ്യൂഷൻ നടത്തിയത്. ഈ പത്രസമ്മേളനം നടത്തിയ ആളില്ലെങ്കിലും ഈ കാസർഗോഡ് ജില്ലയിൽ UDFന്റെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം ചേർന്നുള്ള സംഘാടന സമിതിയാണ് 3 എഡിഷനുകളായി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷത്തെ 2025-24 നടത്തേണ്ട എന്നുള്ളത് പൊതു തീരുമാനം സർക്കാർ എടുത്തു. ബാക്കി 3 എഡിഷനും അതിന്റെ പ്രോഗ്രാം കമ്മിറ്റി ആവട്ടെ, അതിന്റെ സാംസ്കാരിക കമ്മിറ്റി ആവട്ടെ, വിവിധങ്ങളായ സബ് കമ്മിറ്റികളാകട്ടെ, കോർ കമ്മിറ്റികളാകട്ടെ, അവരൊക്കെ UDFന്റെ പ്രമുഖ നേതാക്കൾ, BJPയുടെ നേതാക്കൾ കൂടി അണിനിരക്കുന്നതായിരുന്നു.
ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിനോ അതിന്റെ ഭാഗമായുള്ള പരിപാടികൾ പങ്കെടുക്കുന്നതിനോ ഏതെങ്കിലും തരത്തിലുള്ള വിഷമം അവർക്കുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലൊന്നും ഈ ബേക്കൽ ഫെസ്റ്റ് കേന്ദ്രീകരിച്ചോ MLA കേന്ദ്രീകരിച്ചോ ഒരു ആരോപണവും ഒരു പ്രതിഷേധവും ഒരു വിമർശനവും അവർക്കുണ്ടായിരുന്നില്ല. ആ 3 ഘട്ടങ്ങളിലായി നടന്ന ബേക്കൽ ബീച്ച് ഫെസ്റ്റിന്റെ 3 പ്രോഗ്രാം കമ്മിറ്റികളിൽ ആദ്യത്തെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ സഖാവ് KV ആയിരുന്നു. ഹക്കീം കുന്നിൽ അതിന്റെ കൺവീനറായിരുന്നു. രണ്ടാമത് നടന്ന എഡിഷന്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഹക്കീമായിരുന്നു. കൺവീനർ ഞാനായിരുന്നു. ഇപ്പോൾ നടന്നതിന്റെ കൺവീനർ K മണികണ്ഠനും ഹക്കീം കുന്നിൽ ചെയർമാനുമാണ്. ഈ പ്രോഗ്രാം കമ്മിറ്റിയാണല്ലോ ബേക്കൽ ഫെസ്റ്റിന് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നിയന്ത്രിക്കുന്നു. ഞങ്ങൾ 3 പേര് മാറി മാറി തീരുമാനപ്രകാരം 3 ഘട്ടങ്ങളിലായി വന്നു. എന്നാൽ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് KPCC അംഗം ഹക്കീം കുന്നിൽ ഈ 3 ഘട്ടങ്ങളിലും ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഈ ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിന്റെ നെടുന്ന നായകത്വം വഹിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു. തുടക്കത്തിലുള്ള ബേക്കൽ ബീച്ച് എഡിഷനിൽ തന്നെ അവർ ആരോപണം ഉന്നയിച്ചു, പ്രദീപ് കുമാർ ഉൾപ്പെടെ. അതിനുശേഷവും ഹക്കീം കുന്നിൽ വന്നു, യോഗത്തിൽ പങ്കെടുത്തു, കോർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, ചെയർമാനായി കൺവീനറായി. UDFന്റെ പ്രമുഖ നേതാവ് KE ബക്കറായിരുന്നു സാംസ്കാരിക കമ്മിറ്റിയുടെ ചെയർമാൻ 3 വർഷവും. ഇത്തവണയത് അവരെല്ലാത്തിലുണ്ടല്ലോ. എന്നാൽ അങ്ങനെ ആരോപണം ഉണ്ടെങ്കിൽ അതിൽ വസ്തുത എന്ന ബോധ്യമാണ്. ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മാറിയുന്നോ? ഈ ഫെസ്റ്റിൽ ഞങ്ങളില്ല ഇന്ന കാരണം കൊണ്ട് മാറിയുന്നില്ലല്ലോ. ഫെസ്റ്റിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി പ്രതിസന്ധിയിലാകുമ്പോൾ തീരുമാനമെടുക്കാൻ വേണ്ടി അതിന്റെ മേൽനോട്ടത്തിൽ ഒരു കോർ കമ്മിറ്റിയുണ്ട്. ആ കോർ കമ്മിറ്റിയിൽ നിലവിലുള്ള ജനപ്രതിനിധികളും മുൻ ജനപ്രതിനിധികളായ കുഞ്ഞിരാമേട്ടനും KV കുഞ്ഞിരാമേട്ടനും ഉണ്ട്, CH ഉണ്ട്, K മണികണ്ഠനുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എന്ന നിലയിൽ CPIMന്റെ ഏരിയ സെക്രട്ടറിയായ ഞാനും ഹക്കീം കുന്നിലും KE ബക്കറും MA ലത്തീഫും ഈ 9 പേരാണ് കോർ കമ്മിറ്റി. ഏറ്റവും അവസാനം നടന്ന കോർ കമ്മിറ്റി വരെ പങ്കെടുത്തു. അന്നൊന്നും ഒരു പ്രശ്നം അവർക്കില്ല. എന്നാൽ മറ്റൊരു മാർഗവുമില്ല എന്ന് കാണുമ്പോൾ, ഉദുമയിലും MLA എന്നതിലൂടെ CHന്റെ പൊതു സ്വീകാര്യത കാണുമ്പോൾ, രാഷ്ട്രീയമായ വിഷയങ്ങളിൽ പാപ്പരത്വം നേരിടുമ്പോൾ ഉദുമ പഠിക്കാൻ വ്യക്തിപരമായി MLA ടാർഗറ്റ് ചെയ്യുക എന്ന നിലപാടാണ് ഏറ്റവും അവസാനത്തെ മണിക്കൂർ അവർ ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ ആളുകളെ വശീകരിച്ചും വോട്ട് നേടാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാവുമോ ആ സാഹചര്യമെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. ജാഗ്രത കാണിക്കണം. CHനെയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയോ അറിയാത്തവരല്ല ഉദുമയിലെ മണ്ഡലത്തിലെ എല്ലാ അവരുടെ എല്ലാം സമ്മതിദാനാവകാശം നിലവിൽ ഭരിക്കുന്ന മുന്നണിയുടെ ഭരണത്തിന്റെ മേന്മയ്ക്ക് ലഭിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും കൂടി നടത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റിനോ ഇന്നലെ ഈ രാജ്യത്തിന്റെ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിനോ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ 10-15 കൊല്ലക്കാലത്ത് BJPയുടെ ഭരണത്തിന്റെ അനുഭവങ്ങൾ. BJP നേതാക്കന്മാരുടെ പ്രകടന പത്രികയോടുള്ള സമീപനം, ആ പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് കാലത്തെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ പ്രകടന പത്രികയെ കുറിച്ച് ആരും അന്വേഷിക്കാറില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രകടന പത്രികയെ സംബന്ധിച്ച് ആരും ചർച്ച ചെയ്യാറില്ല. ഇതാണ് കോൺഗ്രസിന്റെയും BJPയുടെയും നിലപാടെങ്കിൽ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ച പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. 2016 പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ 565 കാര്യങ്ങൾ അവ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമുഖീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുമായിരുന്നു, അതെല്ലാം നമ്മുടെ കയ്യിൽ ലഭിക്കുമായിരുന്നു. ഇന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിൽ 2ാം പിണറായി സർക്കാരിന്റെ 5ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടൊരു പത്രസമ്മേളനം കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പിലാണ് 60 കാര്യങ്ങളിൽ ഊന്നി 965 വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമഗ്രമായ കേരളം ഈ കാലഘട്ടത്തിൽ നേടിയെടുത്തിട്ടുള്ള എല്ലാ നേട്ടങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വന്തമായി ഭൂരിപക്ഷം നേടിയിട്ട് അധികാരത്തിൽ വരാൻ സാധിക്കുന്ന വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടോ? അത്തരം സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ MLA-മാർ അപ്പാടെ കൂറുമാറിയിട്ട് BJPയുടെ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ചിത്രം നമ്മൾ എത്രയെത്ര സംസ്ഥാനങ്ങളിലാണ് കണ്ടത്. ജയിച്ച കോൺഗ്രസുകാരൊക്കെ BJP ആവുന്ന കാഴ്ചയല്ലേ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാര് വളരെ ബോധപൂർവമായി സംഘടിപ്പിക്കുന്ന ഒരു പ്രചാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും
കേരളത്തിലെ BJPയും തമ്മിലൊരു അന്തർധാരയുണ്ട്, ഒരു ഡീലുണ്ട് എന്നാണ്. ആ ഡീലിനെ വിശദീകരിക്കാൻ സാധിക്കുന്ന വസ്തുതാപരമായ എന്തെങ്കിലും ഉള്ളടക്കം ആ ഡീല് വിമർശനം ഉന്നയിക്കുന്ന ഒരാൾക്ക് മുന്നോട്ടേക്ക് വെക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പറ, എന്താണ് ഈ ഡീല് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അധികാരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് വനവാസത്തിന് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വനവാസത്തിന് പോകും. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങിയപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വനവാസത്തിന് പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് സതീശൻ പറഞ്ഞു. നുണകൾ കൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഈ ഒരു ദശകകാലം കേരളത്തിനകത്ത് ഒരു വർഗീയ സംഘർഷം പോലും ഉണ്ടായില്ലെങ്കിൽ അതിന്റെ കാരണം ഈ കേരളത്തിൽ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടോ കേരളത്തിൽ കോൺഗ്രസ് ഉള്ളത് കൊണ്ടോ അല്ല, കേരളത്തിൽ ഇടതുപക്ഷമുള്ളത് കൊണ്ടും പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളത് കൊണ്ടുമാണ് കേരളത്തിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന വർഗീയ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സംഘർഷമോ കലാപമോ ഈ കേരളത്തിൽ സംഘടിപ്പിക്കാനും കൂടെ ആ കോട്ട ചെറുത്തു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ആ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 8ാമത്തെ വിജയം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയുള്ള 2 ദിവസങ്ങളിൽ എല്ലാം മറന്ന് പ്രവർത്തിക്കണം എന്ന വിനയാന്വിതമായ അഭ്യർത്ഥനയോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്ത് ഇംഗ്ലീഷിലാണ് സംസാരിക്കാൻ പോകുന്നത്. In 2 days from now, Kerala is going to the polls on the 9th of this month. I would like to talk to you about the importance, the political importance of electing the LDF government for a 3rd term in the context of the national political situation. It is 12 years since the BJP RSS government, the Modi government, came to power at the center. And we are seeing in most parts of the country communal polarization growing. Every day there are reports of some communal incident or the other in some place. Every religious festival, the observance of any religious festival, whether it is Ram Navami, which took place recently in North India, or Christmas or Eid, all these occasions are utilized to create communal tensions and attacks and violence against the minorities that we have in most parts of India. But in stark contrast, Kerala, under the LDF government for the past 10 years, has not witnessed a single communal riot. Here in Kerala, people of all communities live together peacefully and harmoniously. This is because there has been an LDF government which is firmly committed to secular values, heads and create trouble. This is the glorious legacy in Kerala. Now in the coming days, after this election, you will have the same situation at the All India level because the BJP and RSS are in power in Delhi and in agenda. So you need a government here in Kerala which can counter these forces, which can rebuff the communal forces and firmly uphold secularism and communal harmony. Such a government can only be the LDF government. So this must be one of the priorities to be kept in mind in this election. That if they are elected to power, they will uphold secular values and
protect communal harmony. But what is the record of the Congress party? Today in India, there are 3 states where one is in Karnataka, unable to check these communal forces. Why are they not able to curb communal violence? Why have they miserably failed to ensure that there is peace and harmony in Karnataka? This is the question the Congress has to answer. Because in Telangana too, the other major states where the Congress is in power, they came to power in November 2023, and according to the official statistics, in the year 2024 there were 7 communal riots in Telangana. Even in a small state like Himachal Pradesh, where the minority population is hardly 2%, we find reports of attacks on minorities going on. That the Congress party is unable, wherever they are in government, to fight politically, ideologically the BJP and the RSS. That is the difference between the LDF and the Congress. Difference between an LDF government and a Congress government. So you have to bear this in mind. In the coming days, we will continue to face the Hindutva communal offensive, and Kerala needs a government which will be firm in defending secularism. A government which will firmly put down the communal forces when they try to create trouble. And that can be only an LDF government. Their lives. Therefore, this blatant lie will not carry any conviction among the people of Kerala. ഈ തെരഞ്ഞെടുപ്പ് Disgraced his position as the leader of the opposition in Parliament, in Lok Sabha. Because he comes to Kerala, and not now, earlier also he has done so. He raises the question, why is Chief Minister Pinarayi Vijayan not being arrested by the central agencies, like the ED or the CBI? That means there is a deal between Modi and Pinarayi Vijayan. When he makes such foolish statements, he must understand what will be the implications for his party. As I said, there are 3 Congress chief ministers. In Karnataka, Siddaramaiah ji, very respected leader, has the ED or CBI arrested him, charge sheeted him in any case. Congress chief minister, has the CBI or ED charged him with any offence, arrested him. The main issue for the people of Kerala in this election is based on their experience of the past 10 years, where the LDF government has adopted a pro-people path of development, whether this should be carried forward or not. The pro-people path of development in Kerala is different. It is not based on the neoliberal policies of the BJP government at the center, the Modi government, nor is it the neoliberal policies approach of the earlier Congress governments, whether it was the Narasimha Rao government or the Manmohan Singh government. In Kerala, the development which is taking place benefits all sections of people. It is not a type of development that took place in Gujarat under Narendra Modi when he was the chief minister. When all the development, the benefits of that accrued to the big capitalists. That's how Adani and Ambani's grew. So that is not the development Kerala has had. Kerala has a development which raises the living standards of the people of Kerala. The development of infrastructure, roads, highways, school buildings, hospitals, expansion of health and educational services, expansion of social security
measures, social welfare measures. This is the path Kerala has adopted in the last 10 years. So the question for people is whether this should be carried forward or not. The LDF in its manifesto has given a vision that this course of development will be taken to a higher level by the LDF government in the next 5 years. So this is the main question for the people of Kerala, and I'm sure they will answer this question positively by giving a mandate for the LDF government for a third term. വലിയ തോതിൽ രാജ്യം അത്യന്തം അപകടകരമായ സ്ഥിതിയിലേക്ക് കടന്നു. കേരളത്തിൽ LDF അധികാരത്തിൽ വരണമെന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഞാൻ നിങ്ങളുമായി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് 100-ൽ കൂടുതൽ സീറ്റ് നേടി കേരളത്തിന്റെ അധികാരത്തിലേക്ക് വരും എന്ന അവരുടെ പഴയ പ്രഖ്യാപനത്തിന് ഇന്നാരും മുഖവിലക്കെടുക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ കോൺഗ്രസുകാർ പറഞ്ഞിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. മാസക്കാരുടെ കുടിശ്ശിക ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യമായുള്ള സ്ഥലമേറ്റെടുക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായി നേതൃത്വം നൽകാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു സമീപനം അവരുടെ ഭാഗത്തുണ്ടാകും. അവസാന റൗണ്ടിൽ ഒന്ന് പൊട്ടിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഒരു ഓളമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അത് വളരെ ബോധപൂർവമായി ചെയ്യുന്നതാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ആക്ഷേപങ്ങൾക്കോ വിമർശനങ്ങൾക്കോ വിധേയമായിട്ടുള്ള ഒരാളല്ലാത്ത അവസ്ഥയിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷന് അത് അഭിമാനകരമായ വളർച്ച നേടിക്കൊടുക്കാൻ സാധിക്കുന്ന ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യമായുള്ള സ്ഥലമേറ്റെടുക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായി നേതൃത്വം നൽകാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു സമീപനം അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. നേടിക്കൊടുത്ത ക്ഷേമ പ്രവർത്തനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുടെ അത്യുജ്വലമായ മാതൃക സ്ഥാനാർത്ഥിക്കെതിരായിട്ട്
കേരളത്തിലാകെ അവർ പ്രചരിപ്പിക്കുന്ന നുണകളിൽ ഒന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവസാന റൗണ്ടിൽ ഒന്ന് പൊട്ടിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഒരു ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അത് വളരെ ബോധപൂർവമായി ചെയ്യുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കോ വിമർശനങ്ങൾക്കോ വിധേയമായിട്ടുള്ള ഒരാളല്ലാത്ത കൗശിയെ ചോദിച്ചു ആളുകളെ ആകർഷിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനെ അതിനഭിമാനകരമായ വളർച്ച നേടിക്കൊടുക്കാൻ സാധിക്കുന്ന 3000 രൂപയാക്കി മാറ്റുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പദ്ധതിയെ സാമൂഹിക രൂപയാക്കി 2016 വരെ കേരളം ഭരിച്ച ഇന്ന് കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും പിന്തുണ അവകാശപ്പെടുന്ന ഉമ്മൻചാണ്ടിയുടെ കാലമുണ്ടല്ലോ. നേടിക്കൊടുത്ത ക്ഷേമ പ്രവർത്തനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുടെ അത്യുജ്വലമായ മാതൃക കേരളത്തിലെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് കേരളത്തിലാകെ അവർ പ്രചരിപ്പിക്കുന്ന നുണകളിൽ ഒന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവസാന റൗണ്ടിലൊന്ന് പൊട്ടിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഒരു ഓളമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ നാം മനസ്സിലാക്കുന്നത്. അത് വളരെ ബോധപൂർവമായി ചെയ്യുന്നതാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ആക്ഷേപങ്ങൾക്കോ വിമർശനങ്ങൾക്കോ വിധേയമായിട്ടുള്ള ഒരാളല്ലാത്ത കൗശിയെ ചോദിച്ചു വർദ്ധനവും വെറും 100 രൂപയുടെ ആ വർദ്ധിപ്പിച്ച തുക കൊടുക്കുന്ന തയ്യാറായോ? 18 മാസക്കാലത്തെ കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലമേറ്റെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായി നേതൃത്വം നൽകാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു സമീപനം അവരുടെ ഭാഗത്തുണ്ട്. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9499